വെൽക്കം ടു ഇമ്പൾസ്. നമ്മൾ നോക്കാൻ പോകുന്ന ഫാർമസ്യൂട്ടിക്കൽ അനാലിസിന്റെ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ചാപ്റ്റർ ആണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്ക് പ്രതീക്ഷിക്കാം. സോ ബേസിക്കലി എന്താണ് ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ നോക്കാം. സോ ആസിഡ് ബേസ്ഡ് ടൈട്രേഷൻ എന്ന് പറയുന്നതിന് മറ്റൊരു പേരും കൂടെയുണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് ന്യൂട്രലൈസേഷൻ ടൈട്രേഷൻ. സോ എന്തുകൊണ്ടാണ് ന്യൂട്രലൈസേഷൻ എന്ന് പറയാൻ കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഓൾറെഡി അറിയാം ആസിഡും ബേസും കൂടെ ടൈട്രേറ്റ് ചെയ്യുന്ന രീതി അല്ലെങ്കിൽ ന്യൂട്രലൈസേഷൻ എന്ന് പറയുന്നതൊക്കെ എന്താണ്, ഒരു കെമിക്കൽ റിയാക്ഷൻ ആണ്. എന്തിൻ്റെയൊക്കെ? ആസിഡിന്റെയും ബേസിന്റെയും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാറുണ്ട്? ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്ന് പറയാറുണ്ട്. പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. ആസിഡും ബേസ് തമ്മിൽ റിയാക്ട് ചെയ്താൽ അത് എന്ത് ചെയ്യുന്നു? ന്യൂട്രലൈസേഷൻ റിയാക്ഷനിലേക്ക് പോവാറുണ്ട് എന്ന് നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് എന്താ നോക്കേണ്ടത്? അസിഡിമെട്രി ആണ്. സോ അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും നമുക്ക് ഒരുമിച്ച് പഠിക്കേണ്ടതാണ്. ഈ അസിഡിമെട്രിയും ആൽക്കലിമെട്രിയും എന്താണ്? ഒരു ക്വാണ്ടിറ്റേറ്റീവ് ഡിറ്റർമിനേഷൻ ആണ്. സോ അസിഡിമെട്രി ആണെങ്കിൽ ഫ്രീ ബേസിന്റെ ഡിറ്റർമിനേഷൻ, ആൽക്കലിമെട്രി ആണെങ്കിൽ ഫ്രീ ആസിഡ് ഡിറ്റർമിനേഷൻ ആയിരിക്കും. അല്ലെങ്കിൽ ദോസ് ഫോം ഫ്രം സാൾട്ട് ഓഫ് വീക്ക് ആസിഡ് ബൈ ഹൈഡ്രോളിസിങ് എ സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ. അപ്പൊ എന്താണ്? ദോസ് ഫോമിംഗ് ഫ്രം സാൾട്ട് ഓഫ് വീക്ക് ആസിഡ്. ശ്രദ്ധിക്കണേ, വീക്ക് ആസിഡ് ആൻഡ് വിച്ച് ഈസ് ബീൻ ഹൈഡ്രോളൈസ്ഡ് യൂസിങ് എ സ്റ്റാൻഡേർഡ് ആസിഡ് സൊല്യൂഷൻ. ആൽക്കലി ആണെങ്കിലോ സാൾട്ട് ഓഫ് വീക്ക് ബേസ് ബൈ ഹൈഡ്രോളൈസിങ് യൂസിങ് എ സ്റ്റാൻഡേർഡ് ബേസ് സൊല്യൂഷൻ. സോ അതിന്റെ ആപ്ലിക്കേഷൻ പറയുവാണെന്നുണ്ടെങ്കിൽ വോളിമെട്രിക് ഡിറ്റർമിനേഷൻ ആണ്. ലൈക് ന്യൂട്രലൈസേഷൻ പോലുള്ള വോളിമെട്രിക് ഡിറ്റർമിനേഷൻ ഒക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. സോ ബേസിക്കലി സോൾട്ട് ലൈക്ക് സോഡിയം കാർബണേറ്റ്, സോഡിയം ബൊറേറ്റിന്റെ ഒക്കെ സോൾട്ട് ഡിറ്റർമിനേഷൻ ഒക്കെ നമ്മൾ യൂസ് ചെയ്യാറുള്ള ഒരു മെത്തേഡാണ് ആസിഡ് ബേസ് ടൈട്രേഷൻ. സോ അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾ അത് വായിച്ച് നോക്കിയാൽ മാത്രം മതിയായിരിക്കും. സോ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്ന തിയറീസ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷൻ ആണ്. സോ നമുക്ക് മൊത്തം 3 തിയറീസ് ആണ് പഠിക്കാനുള്ളത്. നിങ്ങൾ കുഞ്ഞിലേ ഇത് പഠിക്കുന്ന കാര്യമാണ്. സോ ഫസ്റ്റ് വൺ ഈസ് അരൈനീസ് തിയറി ആണ്. സോ ഇവിടെ നമുക്കറിയാം വാൻ അരൈസ് ആണ് ബേസിക്കലി പ്രപ്പോസ് ചെയ്ത് 1894 പ്രപ്പോസ് ചെയ്തത്. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. വാട്ട് എവർ നിങ്ങളത് ഇതുപോലെ എഴുതി വെക്കുക തന്നെ വേണം. സോ ബേസിക്കലി എന്താണ് ആസിഡ്? സോ സബ്സ്റ്റൻസ് ദാറ്റ് അയോണൈസ് ഇൻ വാട്ടർ ടു ഗീവ് ഹൈഡ്രോജൻ അയൺ. എന്താണ്? സബ്സ്റ്റൻസ് ദാറ്റ് അയോണൈസ് ഇൻ വെള്ളത്തിൽ, അവിടെ വെള്ളത്തിൽ അയോണൈസ് ചെയ്യും ടു ഗീവ് ഹൈഡ്രോജൻ അയൺസ് ആണ് എന്ത്? ആസിഡ് എന്നാണ് അരീനീസ് പറഞ്ഞത്. വിച്ച് അസോസിയേറ്റ് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോണിയം അയൺ. സോ H3O+ ആണ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടാവുക. സോ എക്സാമ്പിൾ HCl-ഉം വെള്ളവും കൂടെ റിയാക്ട് ചെയ്യുവാണെങ്കിൽ ഹൈഡ്രോണിയം അയോൺ ഉണ്ടാകുന്നു എന്ന് പറയുന്ന പോലെ, ലൈക്ക് അസോസിയേറ്റ് വിത്ത് വാട്ടർ ടു ഫോം ഹൈഡ്രോണിയം അയൺ. So next one is base ആണ്. Substance that ionize in water to give hydroxyl ion. OH ആയിരിക്കും. ഇവിടെ നോക്കിയാലോ, NaOH plus H2O gives Na++OH. കണ്ടോ, ഇവിടെ OH- വന്നത് കണ്ടോ. സോ സബ്സ്റ്റൻസ് that ionize in water to give hydroxyl ion. സോ ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ എന്താണ്? ആസിഡും ബേസും കൂടെ റിയാക്ട് ചെയ്ത് സോൾട്ടും വെള്ളം ഉണ്ടാവുന്നു. സോ നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ആസിഡ് ആൻഡ് ബേസസും ഒക്കെ എന്താണ് ബിഹേവിയേഴ്സ് എന്നുള്ളതൊക്കെ പ്രാക്ടിക്കൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്തിരുന്ന ഒരു തിയറിയാണ്. സോ ലിമിറ്റേഷൻസ് ഉണ്ട് കേട്ടോ. അക്വ സൊല്യൂഷൻ റെസ്ട്രിക്റ്റഡ് ആണ്. അത് മാത്രമല്ല ഹൈഡ്രജൻ പ്ലസ് അയണിന്റെ സ്റ്റെബിലിറ്റിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല നോൺ ഹൈഡ്രോക്സിൽ കണ്ടെയ്നിങ് ബേസസിനെ ഡിഫൈൻ ചെയ്യുന്നുണ്ടായിരുന്നില്ല. അത് മാത്രമല്ല കോൺജുഗേറ്റ് ആസിഡ് ബേസ് തിയറി ഒന്നും എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഇതിന്റെ ആവശ്യമില്ല, പക്ഷെ എക്സ്ട്രാ ഞാൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ അരൈനീസിൽ ആസിഡ് ആണെങ്കിൽ ഹൈഡ്രജൻ, ബേസ് ആണെങ്കിൽ ഹൈഡ്രോക്സിൽ, ന്യൂട്രലൈസേഷൻ ആണെങ്കിൽ സോൾട്ട് ആൻഡ് വാട്ടർ. മറന്നു പോകരുത് കേട്ടോ. സോ നെക്സ്റ്റ് വൺ ഈസ് ബ്രോസ്റ്റഡ് ലൗറി തിയറി ആണ്. സോ പ്രപ്പോസ്ഡ് ബൈ ജോൺസ് ബ്രോസ്റ്റഡ് ആൻഡ് തോമസ് ലൗറി ഇൻ 1923 ആണ്. എവിടെ? 1923 ആണ്. സോ ആസിഡ് ആണെങ്കിൽ H+ എന്ത് ചെയ്യുന്നു? ഡൊണേറ്റ് ചെയ്യുന്നു. ദാറ്റ് മീൻസ് പ്രോട്ടോൺസ് ഡൊണേറ്റ് ചെയ്യുന്നു. ബേസ് ആണെങ്കിൽ എന്ത് ചെയ്യുന്നു? പ്രോട്ടോൺസിനെ അക്സെപ്റ്റ് ചെയ്യുന്നു, H+നെ അക്സെപ്റ്റ് ചെയ്യുന്നു. എക്സാമ്പിൾ ഞാൻ കൊടുത്തിട്ടുണ്ട്, നിങ്ങളിത് കാണാതെ തന്നെ പഠിക്കുക, വരച്ചൊക്കെ പഠിച്ച് നോക്കുക. സോ നെക്സ്റ്റ് വൺ ഈസ് കോൺജുഗേറ്റ് ആസിഡ് ബേസ് സിസ്റ്റം ആണ്. ആസിഡ് ആൻഡ് ബേസ് എക്സിസ്റ്റ് ഇൻ എ കോൺജുഗേറ്റ് പെയർ. ഇവിടെ ഇവർ പറയുന്ന വെച്ചാൽ ആസിഡും ബേസും എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺജുഗേറ്റ് പെയേഴ്സ് ആയിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ ഇൻഡിപെൻഡന്റ് ഓഫ് സോൾവെന്റ് ടൈപ്പ്, എക്സ്പ്ലെയിൻ ആസിഡ് ബേസ് റിയാക്ഷൻ ഇൻ വേരിയസ് സോൾവെന്റ്, ഡിഫൈൻസ് ആംഫോടെറിക് ബിഹേവിയർ. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ സമയത്ത് നമ്മൾ ഇവിടെ ആസിഡ് ബേസ് ടൈട്രേഷനിൽ അരീനസ് തിയറി പറഞ്ഞപ്പം ഈ സോൾവെന്റ്സിന്റെ കാര്യത്തിലൊന്നും വലിയൊരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. കൂടുതലായിട്ട് ഈ വേരിയസ് സോൾവെന്റ് റിയാക്ഷൻസ് ഒക്കെ ആസിഡിനും ബേസിനും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. കാര്യം ഇവിടെ കൂടുതലായിട്ട് പ്രോട്ടോണേഷൻ ലൈക്ക് അത് മാത്രമല്ല അക്സെപ്റ്റിംഗ് പ്രോട്ടോൺസ് ഒക്കെയാണല്ലോ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇവിടെ കൂടുതലായിട്ട് എന്ത് ചെയ്തു? ഈ സോൾവെന്റ് ബേസ് ചെയ്ത് പറയാൻ പറ്റി എന്നുള്ളതാണ്.
ആൻഡ് ലാസ്റ്റ് വൺ ഈസ് ലൂയിസ് തിയറി ആണ്. സോ ഗിൽബർട്ട് ആൻഡ് ലൂയിസ് 1923 സോ ആസിഡ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റേഴ്സ്, അതായത് ഇലക്ട്രോഫൈൽസ് എന്നും, ബേസ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ന്യൂക്ലിയോഫൈൽസ് എന്നും പറഞ്ഞു എന്നുള്ളതാണ്. ആസിഡ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയർ അക്സെപ്റ്റർ, ബേസ് ആണെങ്കിൽ ഇലക്ട്രോൺ പെയർ ഡോണേഴ്സ് ആണ്. സോ അഡ്വാൻറ്റേജ് പറയുവാണെങ്കിൽ അങ്ങനെ ഒരു സ്പെസിഫിക് സോൾവെന്റിലൊന്നും ആപ്ലിക്കബിൾ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടെന്നില്ല. എല്ലാത്തിലും അങ്ങനെ സ്പെസിഫിക് സോൾവെന്റ് തന്നെ വേണം, അല്ലെങ്കിൽ സ്പെസിഫിക് സോൾവെന്റ് മാത്രമേ റിയാക്ഷൻ കാണുകയുള്ളൂ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ആൻഡ് അത് മാത്രമല്ല, ആസിഡ് ബേസ് ബിഹേവിയർ നോൺ ഹൈഡ്രജൻ കണ്ടെയ്നിങ് സബ്സ്റ്റൻസിൽ എങ്ങനെയാണ് കാണിക്കുക എന്നുള്ളതും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇൻഡിക്കേറ്റേഴ്സ് ലൈക്ക് കളർ ചേഞ്ചിങ് ഇൻഡിക്കേറ്റേഴ്സ് എങ്ങനെയാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളതും യൂസ്ഫുൾ ആയിട്ട് പറഞ്ഞു എന്നുള്ളതാണ്. സോ 3 സോ തിയറീസ് ഓഫ് ആസിഡ് ബേസ് ടൈട്രേഷനിൽ അറേനിയസ്, ബ്രോസ്റ്റഡ് ലൗറി ആൻഡ് ലൂയിസ് തിയറി, ഇത്രയുമാണ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടന്റ് നമുക്ക് ആസിഡ് ബേസ് ടൈട്രേഷൻ അറേനിയസ് തന്നെയാണ്. കാരണം അതുകൊണ്ടാണ് ഇത്ര എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബാക്കി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടില്ല, ജസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾ പറഞ്ഞു പോയി എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സോ ഇത്രയും നന്നായിട്ട് വായിച്ചു നോക്കുക. അടുത്ത് കാണുന്ന സമ്മറി ഓഫ് ആസിഡ് ബേസ് തിയറി ആണ്. സോ നമ്മൾ ഇത് ഓൾറെഡി ഇപ്പൊ പഠിച്ച എല്ലാ തിയറീസും നമ്മളൊന്ന് സമ്മറൈസ് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് നോക്കി വെക്കുക. ഇത് നമ്മൾ എക്സ്ട്രാ 2 തിയറിയും കൂടെ കൊടുത്തിട്ടുണ്ട്. സോ നിങ്ങൾ ജസ്റ്റ് വായിച്ചു നോക്കുക. കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഉള്ളവർക്കൊക്കെ നിങ്ങൾക്ക് ഏറ്റവും ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളതാണ്. പിന്നെ അടുത്ത് പറയാൻ പോകുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ലോ ഓഫ് മാസ് ആക്ഷൻ ആണ്. സോ ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ പണ്ട് മുതലേ പഠിക്കുന്ന കാര്യമാണ്. സോ ദ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ ഇസ് പ്രൊപ്പോർഷണൽ ടു ദ ആക്റ്റീവ് മാസ് ഓഫ് ദ റിയാക്ടിംഗ് സബ്സ്റ്റൻസ്. സോ നമ്മൾ റേറ്റ് ഓഫ് കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്നത് ഓരോ സബ്സ്റ്റൻസിന്റെ ആക്റ്റീവ് മാസിന് പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. 1867 ഈ ലോ പ്രപ്പോസ് ചെയ്യുന്നത്. സോ എന്താണ് ഇവിടെ ആക്റ്റീവ് മാസ് ഓഫ് റിയാക്ടിംഗ് സബ്സ്റ്റൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആക്റ്റീവ് മാസ് റെപ്രസെന്റ് ചെയ്യുന്നത് കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടിംഗ് സബ്സ്റ്റൻസ് ഇൻ ഡൈലൂട്ട് സൊല്യൂഷൻ. അതായത് റിയാക്ടിംഗ് സബ്സ്റ്റൻസിന്റെ കോൺസെൻട്രേഷൻ ഡൈലൂട്ട് സൊല്യൂഷനിൽ എത്ര ഉണ്ട് എന്നുള്ളത് വെച്ചിട്ടാണ്. സോ ഇത് ഒരു ഐഡിയൽ സ്റ്റേറ്റിലായിരിക്കും നമ്മൾ പറയുക. നമ്മൾ എല്ലാ സ്റ്റേറ്റിലും പറയില്ല, ഒരു ഐഡിയൽ സ്റ്റേറ്റിൽ ഇത്രത്തോളം റിയാക്ടിംഗ് അല്ലെങ്കിൽ ഇത്രത്തോളം റിയാക്ടിംഗ് സബ്സ്റ്റൻസുകൾ ഡൈലൂട്ട് സൊല്യൂഷനിൽ ഇത്ര എമൗണ്ട് ഉണ്ട്, അതുകൊണ്ടാണ് ഇതിന്റെ ആക്റ്റീവ് മാസ് നമ്മൾ പറയുള്ളൂ കേട്ടോ. സോ ഇവിടെ കോൺസ്റ്റന്റ് ഓഫ് പ്രൊപ്പോർഷണാലിറ്റിനെ നമ്മൾ പറയുന്നതാണ് വെലോസിറ്റി കോൺസ്റ്റന്റ്. The constant of proportionality is known as the velocity constant, like considering a homogeneous reversible reaction. So, ഈ law of mass of action പറയുമ്പം Vf is equal to K1AB, Vb is equal to KTCD. സോ Vf എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ഫോർവേഡ് റിയാക്ഷൻ. സോ Vf എന്ന് വെച്ചാൽ നമുക്ക് ഫോർവേഡ് റിയാക്ഷന്റെ വെലോസിറ്റി. ഇപ്പൊ Vb ആണെങ്കിൽ എന്താണ്, ബാക്ക്വേർഡ് റിയാക്ഷൻ ആയിരിക്കുമല്ലോ. സോ നമുക്കൊരു ഫോർവേഡ് റിയാക്ഷനും ബാക്ക്വേർഡ് റിയാക്ഷന്റെയും രണ്ടിന്റെയും വെലോസിറ്റിനെ പറ്റിയാണ് പറയുന്നത്. സോ ഈ ABCD എന്ന് പറയുന്നത് മോളാർ കോൺസെൻട്രേഷൻ ഓഫ് ABCD ആണ്. സോ ബേസിക്കലി ABCD എന്ന് പറയുന്ന സബ്സ്റ്റൻസിന്റെ മോളാർ കോൺസെൻട്രേഷൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, ഈ ബ്രാക്കറ്റിനകത്തുള്ള എയും ബിയും സിയും ഡിയും. ഇനി നമ്മളിവിടെ K1 K2 പറഞ്ഞു. ബേസിക്കലി നമുക്കറിയാം K എന്ന് വെച്ചാൽ കോൺസ്റ്റന്റ് ആണ്, അത് കോൺസ്റ്റന്റ് ആണ്. സോ അപ്പൊ ഇക്വിലിബ്രിയത്തിലാണെങ്കിലോ K1 AB is equal to K2 CD ആയിരിക്കും. സോ ഇവിടെ സിൻസ് K1 ഉം K2 ഉം കോൺസ്റ്റന്റ് ആയതുകൊണ്ട് നമുക്ക് ഈ ലോ നമുക്ക് ജനറലൈസ് ചെയ്യാം. സോ അപ്പൊ ഇവിടെ നമുക്കൊരു ഇക്വിലിബ്രിയം റീച്ച് ചെയ്യാനല്ലോ. വെൻ ഇക്വിലിബ്രിയം ഇസ് റീച്ച് ഇൻ എ റിവേഴ്സിബിൾ റിയാക്ഷൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ, ദ പ്രൊഡക്റ്റ് ഓഫ് മോളിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിസൾട്ടന്റ് ഡിവൈഡ് ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് മോളിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് ഈച്ച് റേസ് ടു ദ പവർ ഈക്വൽ ടു ദ number of molecular or substance taking part in the reaction is constant. അപ്പൊ ഇവിടെ എന്താ മനസ്സിലായത്, നമുക്ക് എല്ലാവർക്കും അറിയാം വെലോസിറ്റി ഓഫ് ഫോർവേഡ് റിയാക്ഷനും വെലോസിറ്റി ഓഫ് ബാക്ക്വേർഡ് റിയാക്ഷൻ നമ്മൾ കയ്യിലെടുത്തു. അത് മാത്രമല്ല ABCD എന്ന് പറയുന്ന മോളാർ കോൺസെൻട്രേഷന്റെ ഇത് നമ്മൾ എടുത്തു, കോൺസ്റ്റന്റും എടുത്തു. സോ കോൺസ്റ്റന്റ് K കോൺസ്റ്റന്റ് ആയതുകൊണ്ട് തന്നെ എപ്പോഴാണോ നമ്മൾ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത്, എപ്പോഴാണോ റിവേഴ്സിബിൾ റിയാക്ഷനിൽ ഒരു റിയാക്ഷൻ ഇക്വിലിബ്രിയം റീച്ച് ചെയ്യുന്നത്, കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ റീച്ച് ചെയ്യുന്നത്, ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോളിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് ദ റിസൾട്ടന്റ്, അതായത് നമ്മുടെ RH സൈഡിൽ ഇരിക്കുന്ന നമ്മുടെ ഈ ഒരു സാധനം ഉണ്ടാവുമല്ലോ, അതും ഡിവൈഡ് ബൈ ദ പ്രൊഡക്റ്റ് ഓഫ് ദ മോളിക്കുലർ കോൺസെൻട്രേഷൻ ഓഫ് എവിടെ LSH. അപ്പം RSHും LSHും നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈച്ച് റേസ് ദ പവർ ഈക്വൽ ടു ദ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് സബ്സ്റ്റൻസ് ടേക്കിംഗ് പാർട്ട് ഇൻ ദ റിയാക്ഷൻ. അപ്പം ആ റിയാക്ഷനിൽ എത്ര സാധനങ്ങൾ പങ്കെടുക്കുന്നോ അതിന് തുല്യമായിട്ടുള്ള സാധനങ്ങളുടെ ഈക്വൽ നമ്പർ ആയിരിക്കും എന്നുള്ളതാണ്. സിമ്പിൾ ആയിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളുടെ വെയിറ്റ് 2 കിലോയാണ്. അപ്പൊ നിങ്ങളുടെ കൂടെ ഒരു 4 പേരെ കൂടെ ചേർത്തിട്ട് അതൊരു 70 കിലോ ആയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങളുടെ 2 കിലോയ്ക്ക് ഒരു മാറ്റം ഉണ്ടാവില്ല, അത് അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പൊ എത്രയൊക്കെ വെയിറ്റ് കൂടിയെന്ന് കാണിച്ചാലും യു ആർ 2 kg.
അതാണ് ഉദ്ദേശിക്കുന്നത്. ബേസിക് ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഇതാണ്. ബേസിക് ആയിട്ടുള്ള പ്രിൻസിപ്പിൾ നിങ്ങൾക്ക് മനസ്സിലായി. അപ്പം നമ്മൾ ബാക്ക്വേർഡും ഫോർവേഡ് റിയാക്ഷൻ വെച്ചിട്ട് വേണം നമ്മൾ ഈ ഒരു ലോ ഓഫ് മാസ് ഓഫ് ആക്ഷൻ പറയേണ്ടത്. അപ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം കെ ഈസ് ഈക്വൽ ടു ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഓഫ് റിയാക്ഷൻ ആണ് എന്ന് നമുക്ക് ഓൾറെഡി അറിയാം. സോ അതുകൊണ്ട് നമ്മുടെ കെ എസ്റ്റാബ്ലിഷ് ചെയ്തു ഇറ്റ്സ് എ കോൺസ്റ്റന്റ് എന്നുള്ളത്. സോ ഇവിടെ നോക്കിയാൽ റിയാക്ഷൻ നോക്കിയാൽ മതിയായിരിക്കും എ എ പ്ലസ് ബി ബി, അത് ഫോർവേഡും ബാക്ക്വേർഡ് റിയാക്ഷൻ ആണെങ്കിൽ പി പി പ്ലസ് ക്യൂ പി പ്ലസ് ആർ എച്ച്. സോ എ ബി സി പി ക്യൂ ആർ എന്ന് വെച്ചാൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഓഫ് റിയാക്ടിങ് സ്പീഷീസും ഈ ലോ എന്ത് ചെയ്യും, നമ്മൾ ആ ഒരു ഡൈനാമിക് ഇക്വിലിബ്രിയം ലൈക്ക് ബേസിക്കലി പ്രഡിക്റ്റീവ് ആണ്. ഒരു സൊല്യൂഷന്റെ ഡൈനാമിക് ഇക്വിലിബ്രിയത്തിൽ എങ്ങനെയായിരിക്കും അതിന്റെ ബിഹേവിയർ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ പ്രഡിക്റ്റ് ചെയ്യുകയാണ്. അപ്പൊ സിമ്പിൾ ആണ്, ഒന്നുമില്ല. ആ ഒരു ഡെഫിനിഷൻ പഠിക്കുക, നമ്മളത് എങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തു എന്നുള്ളത് പഠിക്കുക, അത് എന്തൊക്കെയായിരുന്നു എന്നുള്ളത് പഠിക്കുക. ആർ എച്ചും എൽ എച്ചും കൊണ്ട് ഡിവൈഡിങ് ആണ്. സോ എത്രത്തോളമാണോ ഈക്വൽ അത് അതുപോലെ തന്നെ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നുള്ളതും പറഞ്ഞു കൊടുക്കുക. അത് മാത്രമേ ആവശ്യമുള്ളൂ. വളരെ എളുപ്പമാണ്. സോ ഇനി നമ്മൾ സോൾവെന്റ് എന്ന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ബേസിക്കലി ഇപ്പൊ ആസിഡിലായാലും നമ്മൾ സോൾവെന്റ് എന്നൊക്കെ പറഞ്ഞ് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നുണ്ട്. സോ റോൾ ഓഫ് സോൾവെന്റ് എങ്ങനെയാണ്? സോ വാട്ടർ ആണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് ഒരു കോമൺ സോൾവെന്റ്, അല്ലെങ്കിൽ വാട്ടർ ഈസ് കോൾഡ് ആസ് കോമൺ സോൾവെന്റ്, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അല്ലേ. So, water is the only solvent used in aqueous acid-based titration and exhibit amphoteric property. So, amphoteric, it can act either as an acid or base depending upon the experimental condition. So, എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ വെള്ളമാണ് എന്ത് ചെയ്യുന്നത് അക്വസ് ബേസ്ഡ് ടൈട്രേഷനിൽ ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സോൾവെന്റ്. ആംഫോട്ടറിക് പ്രോപ്പർട്ടി ഉണ്ട്, അതായത് എക്സ്പെരിമെന്റ് കണ്ടീഷൻ അസിഡിക് ആണോ അല്ലെങ്കിൽ ബേസിക് ആണോ എങ്ങനെയാണെങ്കിലും ഞാൻ അതുപോലെ ആക്ട് ചെയ്തോളാം, വെള്ളത്തിനൊരു കഴിവുണ്ട് എന്നുള്ളതാണ്. ആൻഡ് ദ സോൾവെന്റ് സെലക്ടഡ് ഫോർ acidic titration should be either neutral or acidic in nature. So the solvent select for acidic titration. അപ്പോൾ നമ്മൾ acidic titrationന് വേണ്ടി ഉപയോഗിക്കുന്ന സോൾവെന്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ന്യൂട്രലോ അല്ലെങ്കിൽ അസിഡിക് ഇൻ നേച്ചർ ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ഇവിടെ ന്യൂട്രൽ സോൾവെന്റ് ഉപയോഗിക്കുന്നു, അസിഡിക് സോൾവെന്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും നിങ്ങൾക്കൊരു ചോദ്യം ഉണ്ടായിരിക്കും. സോ ന്യൂട്രൽ സോൾവെന്റ് എന്ന് പറഞ്ഞാൽ ഡിസോസിയേഷൻ ഒരു ഗ്രേറ്റർ എക്സ്റ്റെന്റ് വരെ എന്തില്ല, എൻഹാൻസ് ചെയ്യില്ല, അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റ് ചെയ്യിപ്പിക്കത്തില്ല, വലുതായിട്ട് പ്രോത്സാഹിപ്പിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ കൂടുതലായിട്ട് ന്യൂട്രൽ സോൾവെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അസിഡിക് സോൾവെന്റ് ആണെങ്കിൽ പ്രോട്ടോജനിക് ഇൻ നേച്ചർ ആണ്, അതുകൊണ്ട് തന്നെ വീക്ക് ബേസിന്റെ കൂടെയൊക്കെ നന്നായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളതാണ്. ഈ രണ്ട് വ്യത്യാസങ്ങൾ ഉള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ രണ്ട് നമുക്ക് ഉപയോഗപ്പെട്ട രണ്ട് കാര്യങ്ങളായിട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് നമ്മൾ ന്യൂട്രൽ സോൾവെന്റും അസിഡിക് സോൾവെന്റും ഉപയോഗിക്കുന്നത്. ന്യൂട്രൽ ആണെങ്കിൽ ഡിസോസിയേഷൻ അത്ര ഉണ്ടാവില്ല, കുറവായിരിക്കും. അസിഡിക് സോൾവെന്റ് ആണെങ്കിൽ പ്രോട്ടോജനിക് ആണ്, നമുക്ക് വീക്കർ ബേസിന്റെ കൂടെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ന്യൂട്രൽ സോൾവെന്റ് എക്സാമ്പിൾ ആരൊക്കെയാണ്? അസറ്റോനൈട്രൈൽ, ആൽക്കഹോൾ, ക്ലോറോഫോം. ആൻഡ് അസിഡിക് ആണെങ്കിൽ ഫോമിക് ആസിഡ്, അസറ്റിക് ആസിഡ്, പ്രൊപ്യോണിക് ആസിഡ്. സോ ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന കീ പ്രോപ്പർട്ടീസ് ഓഫ് സോൾവെന്റ്സ് ആണ്. സോ സോൾവെന്റ്സിന്റെ കീ പ്രോപ്പർട്ടീസ്. സോ ഫസ്റ്റ് വൺ ഇസ് സെൽഫ് ഡിസോസിയേഷൻ. സോ ഡിസോസിയേറ്റിംഗ് സോൾവെന്റ് എക്സാമ്പിൾ ആണല്ലോ എഥനോൾ ഒക്കെ. സോ എഥനോൾ ഒക്കെ ഡിസോസിയേറ്റ് ചെയ്ത് എത്തോക്സൈഡ് അയോൺസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. എന്താണ് എത്തോക്സൈഡ് അയോൺസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. സോ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ്, ഹയർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് ആണ് എന്നുണ്ടെങ്കിൽ വാല്യൂസ് എനേബിൾ ഈസിയർ ഡിസൊല്യൂഷൻ ഓഫ് അയോണിക് സൊല്യൂഷൻ ബൈ റെഡ്യൂസിംഗ് ദ എനർജി നീഡ് ടു സെപ്പറേറ്റ് ദ അയോൺ. സോ അവിടെ എത്രത്തോളം എനർജി ആണോ ഒരു അയോണിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമുള്ളത്, ഇവിടെ ശ്രദ്ധിക്കണേ, ഹയർ ഡൈഇലക്ട്രിക് കോൺസ്റ്റന്റ് വാല്യൂസ് enable easier dissociation of ionic solute by reducing the energy need for separate the ion. So ഒരു അയോണെ സെപ്പറേറ്റ് ചെയ്യാൻ എത്ര എനർജി വേണോ അത് കുറയ്ക്കുവാണ് ചെയ്യുക. അപ്പം ഈസിയർ ആയിട്ട് ഡിസൊല്യൂഷൻ ഓഫ് അയോൺസ് നടക്കുന്നു എന്നുള്ളതാണ്. സോ ഫോർ ഇൻസ്റ്റന്റ് ക്ലോറോഹെക്സിൻ 2.02, ക്ലോറോഫോം 4.81 ഒക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ സിമ്പിൾ ആയിട്ട് മനസ്സിലായി ഡയലക്ട്രിക് കോൺസ്റ്റന്റ് ആണ്. ഞാൻ ഒന്നും കൂടെ പറയാം, ഡയലക്ട്രിക് കോൺസ്റ്റന്റ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് ബേസിക് ആയിട്ട് ഡിസൊല്യൂഷൻ, ഈസിയർ ഡിസൊല്യൂഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അയോണിക് സബ്സ്റ്റൻസിന്റെ ഈസിയർ ഡിസൊല്യൂഷൻ നടക്കുന്നു. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് ഒരു അയോണിനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് ആവശ്യമായ എനർജി നമുക്ക് കുറച്ചെടുക്കുകയാണ് ചെയ്യേണ്ടാവുക കേട്ടോ. സോ ആസിഡ് ബേസ് ക്യാരക്ടേഴ്സ് ഉണ്ട്. സോ പ്രോട്ടോജനിക് സോൾവെന്റ്, സോ ആസിഡിക് നേച്ചർ ആയിരിക്കും. എക്സാമ്പിൾ അസറ്റിക് ആസിഡ്, ഫോമിക് ആസിഡ്. സോ പ്രോട്ടോഫിലിക് ഉണ്ട്, ബേസിക് ഇൻ നേച്ചർ ആണ്. സോ ലൈക്ക് പിരിഡിനൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് നമ്മൾ പറയുന്നത്. സോ നെക്സ്റ്റ് വൺ ഇസ് ആംഫോട്ടറിക് സോൾവെന്റ്സ് ആണ്. നെയ്തർ ആസിഡ് നോർ ബേസിക് ആയിരിക്കും. ഹെക്സീൻ, കാർബോ ടെട്രോക്ലോറൈഡ് ഒക്കെയാണ്. നെക്സ്റ്റ് വൺ ഇസ് ആംഫിഫ്രോട്ടിക് സോൾവെന്റ് ആണ്. ആസിഡും ആണ് എന്നാൽ ബേസും ആണ്, ഒരേപോലെ രണ്ടുമായിട്ടിരിക്കുകയാണ് ചെയ്യേണ്ടാവുക. സോ വാട്ടർ, എഥനോൾ ഒക്കെയാണ്. അപ്പം ഇതൊക്കെ ജസ്റ്റ് എക്സാമ്പിൾ നോക്കി വെക്കുക കേട്ടോ.
സോ നെക്സ്റ്റ് വൺ നമ്മൾ പറയാൻ പോകുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആണ്. അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടി ഞാൻ പ്രതീക്ഷിക്കുന്നു. സോ റോൾ ഓഫ് സോൾവെന്റിൽ ഞാൻ പറഞ്ഞു, സോൾവെന്റ് എന്തൊക്കെയാണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, നമുക്ക് എന്തൊക്കെ രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നു എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു. സോ ഇവിടെ നമ്മൾ ലോ ഓഫ് മാസ് ഓഫ് ആക്ഷൻ പറഞ്ഞു. ഇതൊക്കെ ജസ്റ്റ് ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് കേട്ടോ. ഇനി നമ്മൾ പറയാൻ പോകുന്ന റിലേറ്റീവ് സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ് ആണ് പറയാൻ പോകുന്നത്. സോ എന്താണ് ഉദ്ദേശിക്കുന്നത്? സോ ബ്രോൺസൺ ലൗർ തിയറി അനുസരിച്ച് ഒരു ഇക്വിലിബ്രിയത്തിൽ ഇരിക്കുവാണ് എന്നുണ്ടെങ്കിൽ ഫ്രീ പ്രോട്ടോൺസിന് ഒരു കാരണവശാലും അവിടെ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു മെഷറബിൾ കോൺസെൻട്രേഷനിൽ. എന്നാൽ നമ്മൾ അവിടെ ഒരു ബേസ് ആഡ് ചെയ്യുവാണെങ്കിൽ ആ പ്രോട്ടോൺസിന് എന്ത് ചെയ്യാൻ പറ്റും? ആസിഡ് എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ദ കോൺസ്റ്റന്റ് കെ ഡിപ്പെൻഡ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് നേച്ചർ ഓഫ് സോൾവെന്റ്. എപ്പോഴും ഈ കെ എന്ന് പറയുന്നത് എന്താണ്? ടെമ്പറേച്ചറും സോൾവെന്റും അനുസരിച്ചായിരിക്കും ഇരിക്കുക. സോ സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് ഇൻ വാട്ടറിൽ മെഷർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വിലിബ്രിയം റിയാക്ഷനിലേക്ക് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. HA+H2O gives H3O++ A- കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോ ആൻഡ് ദ ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് ഈസ് എക്സ്പ്രസ്ഡ് ആസ്. അപ്പൊ നമ്മൾ ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് എങ്ങനെ എക്സ്പ്രസ് ചെയ്യുന്നത്? KA = H3O+A- ഡിവൈഡ് ബൈ HA+. ഇതൊക്കെ നമുക്ക് അറിയാം, ഓൾറെഡി നമ്മൾ എല്ലാം ചെയ്തതുമാണ്, പഠിച്ചു വെച്ചതുമാണ് അല്ലേ. സോ അപ്പോൾ ഒന്നും കൂടെ പറയാം, എന്താണ്? ഒരു പ്രോട്ടോണിന് ഫ്രീ ആയിട്ട് അങ്ങനെ ഇരിക്കാൻ പറ്റുന്നുണ്ടാവില്ല. നമുക്ക് എപ്പോഴാണോ ബേസ് ആഡ് ചെയ്യുക ആ സമയത്ത് നിന്ന് ഈ പ്രോട്ടോൺസിനെ ആസിഡിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പൊ കെ എന്ത് ചെയ്യുന്നത്? ഡിപ്പെൻഡ് ചെയ്യുന്ന ടെമ്പറേച്ചറും നേച്ചറും സോൾവെന്റ് വെച്ചാണ്. അപ്പൊ നമ്മൾ ഒരു ആസിഡിന്റെ സ്ട്രെങ്ത് അറിയണം എന്നുണ്ടെങ്കിൽ, സോ മെഷറിംഗ് സ്ട്രെങ്ത് ഓഫ് ആൻ ആസിഡ് വാട്ടർ ആണെന്നുണ്ടെങ്കിൽ ഇക്വിലിബ്രിയം റിയാക്ഷനിൽ അറിയണം എന്നുണ്ടെങ്കിൽ HA+H2O gives H3O++ A ആണ്. ഇത് ഇക്വിലിബ്രിയം സ്റ്റേജ് ആണ്, മാറിക്കൊണ്ടേയിരിക്കുന്നു. സോ ഡിസോസിയേറ്റീവ് കോൺസ്റ്റന്റ് എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ KA ഡിവൈഡ് ബൈ HA. ഓക്കെ അല്ലേ, മനസ്സിലായി? നമ്മൾ പറയാൻ പോകുന്ന കോമൺ അയൺ എഫക്റ്റ് ആണ്. എന്താണ് കോമൺ അയൺ എഫക്ട്? വെൻ എ വീക്ക്ലി ഇലക്ട്രോലൈറ്റ് ഡിസോൾവ് ഇൻ വാട്ടർ. സോ നമ്മളിപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ AB എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ നമ്മൾ വെള്ളത്തിലേക്ക് ഡിസോൾവ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ ഇറ്റ് ഡിസോസിയേറ്റ് സ്ലൈറ്റ്ലി ഇൻ ടു ഇറ്റ്സ് അയോൺസ്. സോ നമ്മൾ അതിന്റെ പയ്യെ അയോൺസ് ആയിട്ട് പയ്യെ ഡിസോസിയേറ്റ്. അപ്പൊ വെള്ളത്തിലേക്ക് നമ്മൾ AB എന്ന് പറയുന്ന ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിനെ ആഡ് ചെയ്യുവാണെങ്കിൽ ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു? സ്ലൈറ്റ്ലി അയോൺസുകൾ ഡിസോസിയേറ്റ് ചെയ്ത് പുറത്തേക്ക് വരുന്നു. നമ്മളിനി സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് ആഡ് ചെയ്യുന്നത്, ഇപ്പൊ ലൈക്ക് CB പോലെയാണ് ആഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ദാറ്റ് ഷെയർസ് എ കോമൺ അയൺ ഈസ് ആഡഡ്. സോ എന്ത് ചെയ്യുന്നു? അവിടെ കോമൺ അയൺസ് ആഡ് ചെയ്യുന്നു എന്നുള്ളതാണ്. ഡിസോസിയേഷൻ ഓഫ് വീക്ക് ഇലക്ട്രോലൈറ്റ് ഈസ് സപ്രസ് ഡ്യൂ ടു ദി കോമൺ അയൺ എഫക്ട്. സോ ഇവിടെ വീക്ക് ഇലക്ട്രോലൈറ്റ് ഇല്ലേ, അത് സപ്രസ് ചെയ്യുന്നത് കോമൺ അയൺ എഫക്ട് ഉള്ളത് കൊണ്ടാണ്. അതായത് ഇവിടെ ശ്രദ്ധിച്ചാൽ മതി, വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ അവിടെ സപ്രസ് ആവുകയാണ് ചെയ്യുക. പക്ഷേ നമ്മൾ സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആഡ് ചെയ്യുവാണെങ്കിൽ കോമൺ അയൺസ് ആണ് അവിടെ ആഡ് ചെയ്യുന്നത്. കണ്ടോ? അപ്പം മറ്റൊന്നാണ്, അതായത് രണ്ട് ശക്തിയുള്ള ആൾക്കാർ ചേരുമ്പോൾ അവർ കോമൺ അയൺസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ ഷെയർസ് ചെയ്യുന്നു. മറ്റൊരു AB എന്ന് പറയുന്ന വീക്ക് ഇലക്ട്രോലൈറ്റ് ആണെന്നുണ്ടെങ്കിൽ പയ്യെ ആയിരിക്കും അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്തു പോകുന്നത്. ഇപ്പോൾ AB ആണെങ്കിൽ A+B വീക്ക് ഡിസോസിയേറ്റ്. സോ CB ആണെങ്കിൽ C+B സ്ട്രോങ് ഡിസോസിയേറ്റ് ആയിട്ട് പോകുന്നു. ആഡിങ് ഓഫ് CB ഇൻക്രീസ് പുഷിംഗ് ദ ഇക്വിലിബ്രിയം ഓഫ് AB ഡിസോസിയേഷൻ ബാക്ക്വേർഡ് ആൻഡ് റെഡ്യൂസിംഗ് ഇറ്റ്സ് അയോണൈസേഷൻ. സോ നമ്മൾ CBയിൽ നമ്മൾ ആഡ് ചെയ്യുവാണെങ്കിൽ പുഷിംഗ് ദ ഇക്വിലിബ്രിയം ഓഫ് AB ഡിസോസിയേഷൻ ബാക്ക്വേർഡ് ആൻഡ് റെഡ്യൂസിംഗ് അയോണൈസേഷൻ. സോ ബാക്ക്വേർഡ് റിയാക്ഷനിൽ എന്ത് ചെയ്യുന്നു? കൂട്ടുകയും അങ്ങനെ അയോണൈസേഷൻ കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. ഇവിടെ നോക്കിയാൽ മതി, നിങ്ങൾ Aയും Bയും Cയും Bയും. സോ ആകെപ്പാടുള്ള വ്യത്യാസം Aനെ മാറ്റി C ആക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ, ബാക്കി രണ്ടും സെയിം ആണ് എന്നുള്ളതാണ് കേട്ടോ. അപ്പം ഇവിടെ CBയിൽ നമ്മുടെ C എന്ത് ചെയ്യുന്നു? ബിനെ ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ പുഷിംഗ് ദ ഇക്വിലിബ്രിയം ഓഫ് AB ഡിസോസിയേഷൻ ബാക്ക്വേർഡ് ആൻഡ് റെഡ്യൂസിംഗ് ദി അയോണൈസേഷൻ. സോ ABയുടെ ഡിസോസിയേഷനെ കൂടുതലായിട്ട് കൂട്ടുകയും ചെയ്തിട്ട് അങ്ങനെ അയോണൈസേഷൻ കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. നമ്മൾ പറയാൻ പോകുന്ന PHഉം POHും ആണ്. സോ ബേസിക്കലി PH എല്ലാവർക്കും അറിയാം, 0 to 14 സ്കെയിൽ ആണെന്നുള്ളത് അറിയാം. അസിഡിറ്റി ആൽക്കലിറ്റി അറിയുന്ന സ്കെയിൽ ആണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ നമുക്ക് 7-നകത്താണെന്നുണ്ടെങ്കിൽ എന്താണ്? ആസിഡ് ആണ്. സോ ന്യൂട്രൽ ആണെങ്കിൽ 7 മേലെ ആണെങ്കിൽ ബേസിക് ആണ്. ഇത് നമുക്ക് എല്ലാവർക്കും അറിയാം. സോ എന്താ PH? സോ PH is defined as the negative logarithm of the hydrogen ion concentration in a solution. സോ ശ്രദ്ധിക്കുക, ഇവിടെ PH എന്ന് പറയുന്നത് ഹൈഡ്രോജൻ അയൺ കോൺസെൻട്രേഷൻ ആണ്. ആ ഒരു കാര്യം നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകും, കാരണം ഇനി നമ്മൾ POH പറയുമ്പോൾ നിങ്ങൾക്ക് മാറിപ്പോ. സോ നെക്സ്റ്റ് എന്താണ്? PH ഈസ് ദ ഡെസിമൽ ലോഗറിതം ഓഫ് ദ റെസിപ്രോക്കൽ ഓഫ് ഹൈഡ്രോജൻ അയൺ ആക്ടിവിറ്റി. സോ ബേസിക്കലി ഹൈഡ്രോജൻ അയൺ ആക്ടിവിറ്റി ആണ് നമ്മൾ പറയുക അല്ലേ. സോ ഇനി POH ആണ്. സോ POH എന്ന് പറഞ്ഞാൽ കോൺസെൻട്രേഷൻ ഓഫ് ഹൈഡ്രോക്സൈഡ് അയോൺ ഓർ ബേസിറ്റി ഇൻ എ സൊല്യൂഷൻ. സോ ഇവിടെ എന്താണ്? ഹൈഡ്രോക്സൈഡ് അയോണോ അല്ലെങ്കിൽ ബേസിറ്റിയോ സൊല്യൂഷൻ ആണ് നമ്മൾ എപ്പോഴും
എപ്പോഴും പറയേണ്ടാവുക. സോ pH വാല്യൂ ആർ ഡെറിവേഡ് ഫ്രം ദ pH മെഷർമെന്റ് യൂസിങ് ദ റിലേഷൻ. സോ നമ്മൾ pH വാല്യൂ എപ്പോഴും ഡിറ്റർമൈൻ ചെയ്യുന്നത് pH മെഷർമെന്റ് വെച്ചിട്ടാണ്. നമുക്ക് നോക്കാം. സോ വെയർ ഈസ് ദ സെൽഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ വിച്ച് ഈക്വൽ 14 at 25 degree Celsius. സോ നമുക്ക് ചില സമയത്ത് നമ്മൾ കെമിസ്ട്രിയിലൊക്കെ ചില കാര്യങ്ങൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വോളിയം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പം ഇവിടെ എങ്ങനെയാണ് നമുക്ക് ഈ pH മെഷർമെന്റ് അല്ലെങ്കിൽ pH വാല്യൂ നമ്മൾ ഡിറൈവ് ചെയ്യുന്ന pH മെഷർമെന്റ് ആണ്. പക്ഷെ ഒരു റിലേഷൻ ഉണ്ട്. യൂസിങ് ദ റിലേഷൻ വെയർ സെൽഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് ഓഫ് വാട്ടർ വിച്ച് ഈക്വൽ 14 at 25 degree Celsius. അപ്പം സെൽഫ് അയണൈസേഷൻ കോൺസ്റ്റന്റ് വെള്ളത്തിൽ എത്രയായിരിക്കണം, ലൈക്ക് വിച്ച് ഈസ് ഈക്വൽ 14 ആയിരിക്കണം at 25 ഡിഗ്രിയിൽ. ഇനി അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ. സോ എന്താണ് അയോണിക് പ്രൊഡക്റ്റ് ഓഫ് വാട്ടർ? വാട്ടർ സെൽഫ് അയണൈസസ് ടു ഫോം ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സൈഡ് അയൺ. സോ വെള്ളം എന്താണ്, സെൽഫ് അയണൈസ്ഡ് ആണ് ടു ഫോം ഹൈഡ്രോണിയം ആൻഡ് ഹൈഡ്രോക്സൈഡ്, H3O പ്ലസും OH മൈനസും at 25 degree Celsius. For pure water ആണെങ്കിൽ key insight when H3O plus increases OH minus decrease proportionally to maintain. So pure water ആണെങ്കിൽ എന്താണ്, H3O plus കൂടുന്നതനുസരിച്ച് OH കുറയുവാണ് ചെയ്യുക. ഒരു പ്രൊപ്പോർഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറയുവാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കി വെക്കുക. ഇതൊക്കെ ജസ്റ്റ് സോൾവെന്റ് വാട്ടർ ആയിട്ട് എക്സാമ്പിൾ ഇത് പറയുന്നു എന്നുള്ളതാണ്. സോ നെക്സ്റ്റ് വൺ ഈസ് ഹൈഡ്രോലൈസിസ് ഓഫ് സോൾട്ട്. എ സോൾട്ട് ഈസ് ഫോംഡ് ഫ്രം ദ റിയാക്ഷൻ ഓഫ് ആൻ ആസിഡ് വിത്ത് ബേസ്. സോൾട്ട് എങ്ങനെ ഫോം ചെയ്യുന്നത്? ഫ്രം ദ റിയാക്ഷൻ ഓഫ് ആൻ ആസിഡ് വിത്ത് ആൻ ബേസ്. സോ ആസിഡ് ആൻഡ് ബേസ് ആണല്ലോ. ദ pH ഓഫ് ദ റിസൾട്ടിംഗ് സൊല്യൂഷൻ ഡിപ്പെൻഡ് ഓൺ ദ സ്ട്രെങ്ത് ഓഫ് ആസിഡ് ആൻഡ് ബേസ്. സോ എപ്പോഴും എന്താണ്, നമുക്ക് ഒരു ആസിഡിന്റെയും ബേസിന്റെ സ്ട്രെങ്ത് അനുസരിച്ചിട്ടാണ് എപ്പോഴും ഒരു സൊല്യൂഷന്റെ pH ഡിറ്റർമൈൻ ചെയ്യുന്നത്. അപ്പം സോൾട്ട് ഫോം ചെയ്യുന്നത് എങ്ങനെയാണ്? ആസിഡും ബേസും റിയാക്ട് ചെയ്യുമ്പോൾ സോൾട്ട് ഫോം ചെയ്യുന്നത് നമുക്കറിയാം. സോ ന്യൂട്രൽ സോൾട്ട് ഉണ്ട്. സോ ഫോംഡ് ഫ്രം സ്ട്രോങ് ആസിഡ് ആൻഡ് സ്ട്രോങ് ബേസ്. സ്ട്രോങ് ആസിഡ് സ്ട്രോങ് ബേസും കൂടെ ഫോം ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു, അവിടെ pH ഒരു എഫക്റ്റും ഇല്ല. സോ ന്യൂട്രൽ സോൾട്ട് ഉണ്ടാവുന്നു. ഇനി ആസിഡ് സോൾട്ട് ഉണ്ട്. ഫോം ഫ്രം സ്ട്രോങ് ആസിഡ് ആൻഡ് വീക്ക് ബേസ്, ലോവർ ദാറ്റ് pH. സോ ഇവിടെയാണ് സ്ട്രോങ് ആസിഡും വീക്ക് ബേസും ആയിരിക്കുമ്പോൾ അവിടെ ആസിഡ് സോൾട്ട് ഉണ്ടാവും, ലോ pH ആയിരിക്കും. സോ NH4Cl. ബേസിക് സോൾട്ട് ഉണ്ട്, തിരിച്ചിട്ടായിരിക്കും, വീക്ക് ആസിഡ് സ്ട്രോങ് ബേസ്. സോ റേസ് ദ pH. എക്സാമ്പിൾ NaCH3COH. സോ ഇതൊക്കെയാണ് എക്സാമ്പിൾ. അപ്പോൾ ഇവിടെ റിയാക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എഴുതാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും റിയാക്ഷൻസ് ഒക്കെ എഴുതി വെച്ച് പോകാൻ പറ്റുന്നുള്ളതാണ്. സോ ഇത് രണ്ടുമാണ് എന്ത്, ഹൈഡ്രോളിസിസ് ഓഫ് സോൾട്ടിനെ പറ്റി പറയാനുള്ളത്. ന്യൂട്രൽ, ആസിഡിക്, ബേസിക് സോൾട്ട്. സോ ഇനി നമ്മൾ പറയാൻ പോകുന്ന ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ ആണ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കുറച്ച് ഡെറിവേഷൻ ഒക്കെ ഉണ്ട്. സിമ്പിൾ നമുക്ക് പറഞ്ഞു പോകാൻ പറ്റും കേട്ടോ. സോ H ഈസ് ഈക്വൽ ടു വീക്ക് ആസിഡ് ആണ്. സോ H ഈസ് ഈക്വൽ ടു വീക്ക് ആസിഡ്. സോ വീക്ക് ആസിഡ് അയണൈസ് ടു സം എക്സ്റ്റെന്റ് ആൻഡ് ഹാസ് എ സ്പെസിഫിക് pK. സോ വീക്ക് ആസിഡ് എന്ത് ചെയ്യുന്നു, അയണൈസ് ചെയ്യും, ചെറിയൊരു പോയിന്റ് എത്തുമ്പോഴത്തേക്കും ഒരു സ്പെസിഫിക് pK വരെ എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ദ ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ ഹെൽപ് ദ റിയാക്ഷൻ ദ pH ഓഫ് എ സൊല്യൂഷൻ ഓഫ് എ വീക്ക് ആസിഡ് ടു ഇറ്റ്സ് pK ആൻഡ് ഡിഗ്രി ഓഫ് അയണൈസേഷൻ. സോ ഈ ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ നമുക്ക് pH ആയിട്ട് ഒരു സൊല്യൂഷന്റെ pH ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും, ലൈക്ക് ഓഫ് എ വീക്ക് ആസിഡ് ഓഫ് ഇറ്റ്സ് pK. So pH of a solution of a weak acid switches to pK and degree of ionization. So degree of ionization pH of a solution of a weak acid to its pK നമുക്ക് റിലേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്ന ഒരു തിയറി അല്ലെങ്കിൽ പോസ്റ്റുലേറ്റ് ഇക്വേഷൻ ഒക്കെയാണ് ഹെൻഡേഴ്സൺ ഹേസൽബാക്ക് ഇക്വേഷൻ. So the Ka for the ionization reaction can be expressed as. So നമ്മൾ Ka നമുക്ക് എങ്ങനെ എക്സ്പ്രസ് ചെയ്യാം? സോ K is equal to H plus A by ഡിവൈഡ് ബൈ H ആണ്. സോ ഈ ഇക്വേഷൻ നമ്മൾ റീഅറേഞ്ച്, വൃത്തി വേണമല്ലോ അല്ലേ, വൃത്തിക്ക് വേണ്ടി നമ്മൾ റീഅറേഞ്ച് ചെയ്യാണ്. A/HA ഈസ് ഈക്വൽ ടു H plus KA. ഇവിടെ നമ്മൾ ലോഗറിതം ബോത്ത് സൈഡ് എടുക്കുവാണ്. സോ ലോഗ് തൊട്ടിപ്പുറത്ത് ലോഗ് എടുക്കുന്നു. സിംപ്ലിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ലോഗ് ബ്രാക്കറ്റിനകത്ത് നമ്മൾ A ഡിവൈഡ് ബൈ H ഈസ് ഈക്വൽ ടു ലോഗ് H പ്ലസ് മൈനസ് ലോഗ് KA. So since log H plus is equal to minus pH and log K, നമുക്കിവിടെ ഓൾറെഡി അറിയാം അല്ലെ, log H plus എന്ന് പറയുന്നത് മൈനസ് pH and log K ആണെന്ന് അറിയാം. സോ pK ദ ഇക്വേഷൻ ബിക്കം. സോ അപ്പോൾ ഈ ഒരു ഇത്രയും ഇക്വേഷൻ നമ്മൾ ഒന്നും കൂടെ എന്ത് ചെയ്യുന്നു, നമുക്കറിയാം ഈ ഒരു H plus is equal to മൈനസ് pH log K ആണെന്ന് അറിയാമെന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇച്ചിരി സിംപ്ലിഫൈ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഹെൽസൽമാൻ ഇക്വേഷൻ pH is equal to pK plus log A by HA. സോ നിങ്ങൾ ഒന്നെങ്കിൽ ഇത് പഠിക്കുക, ഇത് നിങ്ങൾ പഠിച്ച ശേഷം ബാക്ക്വേർഡിലേക്ക് പോവുക, സിംപ്ലിഫൈ എന്ന് പഠിക്കുക, അല്ലെങ്കിൽ ഇത്ര സ്കിപ്പ് ചെയ്യുക. ഡയറക്ട്ലി ഇവിടെ നമുക്ക് നേരിട്ട് സിംപ്ലിഫൈ ചെയ്ത ഇക്വേഷൻ നമുക്ക് ഡയറക്ട്ലി നമുക്കത് കൊണ്ടുവരാം. അങ്ങനെ ഡിറൈവ് ചെയ്യാനായിട്ടൊന്നും നമുക്ക് ഉണ്ടാവില്ല, പക്ഷെ ഒന്ന് മനസ്സിലാക്കി വെക്കുക എങ്ങനെയാണെന്നുള്ളത്.
So the equation is commonly used in buffer preparation and other applications related to acid base equilibria. So നമ്മൾ ബേസിക്കലി ബഫർ പ്രിപ്പറേഷൻസിലൊക്കെയാണ് നമ്മൾ ഏറ്റവും കൂടുതലായിട്ട് അധികമായിട്ട് ഉപയോഗിക്കുന്നത്. സോ കണ്ടീഷൻ 1 പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ ആവുകയാണെങ്കിൽ, കണ്ടീഷൻ 1 പി എച്ച് ഈസ് ഈക്വൽ ടു പി കെ ആവുകയാണെങ്കിൽ വെൻ പി എച്ച് ഈക്വൽ പി കെ ദ ലോഗ് വാല്യൂ ഓഫ് ദ റേഷ്യോ എ ബൈ എച്ച് എ വിൽ ബി 0. ഇവിടെ എ ബൈ എച്ച് എ എന്ന് പറയുന്നത് 0 ആയിരിക്കും. Meaning the concentration of dissociation and undissociation equals are 0. സോ ബേസിക്കലി ഇവിടെ ഡിസോസിയേഷനും അൺഡിസോസിയേഷനും ഈക്വൽ ആയിരിക്കും എന്നർത്ഥം, അതായത് ഹാഫ് ഡിസോസിയേഷൻ ആയിട്ട് നിൽക്കുന്നു. ഇനി കണ്ടീഷൻ 2 പി എച്ച് ചേഞ്ച് റിലേറ്റീവ് ടു പി കെ, പി എച്ച് മാറുന്നു, പി കെനേക്കാൾ മാറുവാണെന്നുണ്ടെങ്കിൽ പി എച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ 1 യൂണിറ്റ് റിലേറ്റീവ് ടു പി കെ ദ റേറ്റ് ഓഫ് ഡിസോസിയേഷൻ ടു അൺഡിസോസിയേറ്റ് ആസിഡ് ചേഞ്ച് ബൈ ഫാക്ടേഴ്സ് ഓഫ് 10. അപ്പോൾ നമ്മൾ ഇവിടെ പി എച്ച് എന്താണ്, ദ പി എച്ച് ഇൻക്രീസ് ഓർ ഡിക്രീസ് ബൈ 1 യൂണിറ്റ്, 1 യൂണിറ്റ് ആയിട്ട് മാറുവാണ്. അപ്പം ബേസിക്കലി അവിടെ റേഷ്യോ ഓഫ് ഡിസോസിയേഷൻ ടു അൺഡിസോസിയേഷൻ എന്ന് പറയുന്നത് 10 ആയിട്ട് മാറുവാണ് ചെയ്യുക. പി എച്ച് ഇസ് ഇക്വൽ ടു 6 ആണെങ്കിൽ പി കെ ഇസ് ഇക്വൽ ടു 7, ദ റേഷ്യോ വിൽ ബി 0.1. സോ ഈ റേഷ്യോ പഠിക്കണം എന്നില്ല, ജസ്റ്റ് കൺഫ്യൂസിംഗ് ആണ്, നിങ്ങൾ വായിക്കുമ്പോൾ തന്നെ ഏകദേശം ഐഡിയ കിട്ടും കേട്ടോ. സോ കണ്ടീഷൻ 3 ആണെങ്കിൽ പി എച്ച് കമ്പയർ ടു പി കെ. സോ ഇഫ് പി എച്ച് എന്ന് പറയുന്നത് പി കെ വെച്ച് കമ്പയർ ചെയ്യുവാണെങ്കിൽ റേഷ്യോ എ ബൈ എച്ച് എ വിൽ ബി ലെസർ 1 ആയിരിക്കും, അവിടെ അൺഡിസോസിയേറ്റ് ആസിഡ് ആയിരിക്കും. ഇവിടെ അടുത്ത പി എച്ച് പി എ കെ വെച്ച റേഷ്യോനെ എ ബൈ എച്ച് എനെ ഗ്രേറ്റർ ദാൻ 1 ആണ് എന്നുണ്ടെങ്കിൽ മോർ ഡിസോസിയേറ്റ് ആസിഡ് ആയിരിക്കും. എനിക്കറിയാം ഈ കീ പോയിന്റ്സ് ഞാൻ ജസ്റ്റ് എക്സ്ട്രാ കൊടുത്തതാണ്, നമുക്ക് അത്ര വലിയ നിർബന്ധമല്ല, നിങ്ങളത് മനസ്സിലാക്കി എഴുതി നല്ല കാര്യം, പഠിച്ചു പോയി കഴിഞ്ഞാൽ നല്ല കാര്യമാണ്, ഇല്ലെങ്കിൽ വിട്ടേക്കൂ. ഇത് നമ്മൾ എങ്ങനെ ഡിറൈവ് ചെയ്ത് പഠിക്കുക, ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കി വെക്കുക. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്, നല്ല നോക്കി വെക്കുക കേട്ടോ. നമുക്ക് അങ്ങോട്ട് മുമ്പോട്ട് പോകുമ്പോൾ നമ്മളിത് പഠിക്കും, അപ്പോൾ നമുക്ക് ഒരുപാട് ഉപയോഗങ്ങൾ വരും. സോ ഇത്രയേ ഉള്ളൂ, കുറച്ചൊരു കൺഫ്യൂസിങ് ചാപ്റ്റർ ആണ്, എന്നാൽ തന്നെ നമുക്ക് എളുപ്പം മനസ്സിലാക്കാന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ നന്നായിട്ട് വായിക്കുക, നോട്ട് നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക് യു.